യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലും ഈ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന വുമൻസ് ആണ്. കാരണം അവർക്ക് വീട്ടിലിരുന്നിട്ട് കുറെ ആൾക്കാർക്ക് ബെല്ലി ഫാറ്റ്, ഡബിൾ ചിൻ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്. ഏതാണ് ഈ ഗേൾസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സസൈസ്? കുറെ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാര് ചായ തിളപ്പിച്ച് കുടിച്ചിട്ട് ഫാറ്റ് കുറയും. അതൊക്കെ പല രീതിയിൽ അവര് ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറെ മസിൽ ബൾക്ക് വരും. ഏറ്റവും കൂടുതൽ കേസസ് ഈ ഗേൾസിന് വരുന്നത് എന്താ, ഈ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഈവൻ ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ വഴി വരെ നമുക്ക് ഡബിൾ ചിൻ വരാം. എല്ലാവർക്കും തടി ഓർക്കും അല്ലെ, ഫാറ്റ് ബേണിംഗിൽ നമ്മളൊരു ബന്ധമില്ല. ശരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് കുറെ വുമൻസിന് ഇപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ തന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും അവർക്ക്. കുറെ നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമുക്ക് പോലെ. ഇപ്പോൾ നിപ്പുൺ ഫിറ്റ്നസ് ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ. ഞാൻ കുറെ കാലമായിട്ട് മുപ്പരെ ഫോളോ ചെയ്യുന്ന നിപ്പുൺ ഫിറ്റ്നസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും കുറെ ആൾക്കാർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കുറെ മിത്തുകളുണ്ട്, കുറെ ആൾക്കാർക്ക് ലൈക്ക് എന്താ പറയാ, അവര് വിശ്വസിച്ച് വെച്ച കുറെ തെറ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തെറ്റിദ്ധാരണകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പൊ മെയിൻ ആയിട്ട് വുമന്റെ എക്സസൈസുകളും ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് വുമണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അങ്ങനത്തെ അതിനെ കുറിച്ചും, പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും, ഓരോ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് എങ്ങനെ എക്സസൈസ് ചെയ്യാം, അതിനെ കുറിച്ചൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയിൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വുമൻസ് ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് സെർച്ച് ഹിസ്റ്ററീസ് വരുന്നത്. ഹൗ ടു റെഡ്യൂസ് വെയിറ്റ്, ഹൗ ടു റെഡ്യൂസ് ഫാറ്റ്, അങ്ങനെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വുമൻസ് ആണ്. അങ്ങനെ ഒരു സർവേ കണ്ടക്ട് ചെയ്തോ പറഞ്ഞിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലും ഈ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന വുമൻസ് ആണ്. കാരണം അവർക്ക് വീട്ടിലിരുന്നിട്ട് കുറെ ആൾക്കാർക്ക് ബെല്ലി ഫാറ്റ്, ഡബിൾ ചിൻ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്. ഏതാണ് ഈ ഗേൾസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സസൈസ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എക്സസൈസാണ്. നേരെ മറിച്ച് കാർഡിയോവാസ്കുലർ എക്സസൈസ് എന്ന് പറയുമ്പോൾ അതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കൂടുതൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ വുമൺ ആയിട്ടുള്ള ആൾക്കാർ അവര് മെയിനായിട്ട് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ എക്സസൈസ് ഫോർ സ്കിപ്പിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ട്രെഡ്മില്ലോ ഓടുക, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് അവർ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസുകൾ. അപ്പൊ അത് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ അത് ചെയ്യുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്, അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നൊക്കെ ഉള്ളത് പല രീതിയിൽ അവര് ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറെ മസിൽ ബൾക്ക് വരും, അവർ നല്ല ജിമ്മാവും, ലൈക്ക് ആണുങ്ങളെ പോലെ മസിൽ വരും, നല്ല ലൈക്ക് അങ്ങനെ കുറെ ചിന്താഗതി അവർക്ക് ഇഷ്ടംപോലെ. ആ കണ്ടേല് ഏറ്റവും കൂടുതൽ കേസസ് ഈ ഗേൾസിന് വരുന്നത് എന്താ, ഈ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഒറ്റ ഒരു കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറയാം. തേയ്മാനം നമ്മൾ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഏജ് ആവും വേണ്ട, അറൌണ്ട് 30+ അല്ലെങ്കിൽ 40+ ആകുമ്പോൾ ആൾക്കാർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നുണ്ട്. മുട്ടുവേദന അവർക്ക് ക്വാഡ്രിസെപ്സ് മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ടാണല്ലോ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ വേണ്ട എന്താ, ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെങ്ത് ആണ്, ലോവർ ലിംബിന്റെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് പറഞ്ഞെങ്കിൽ ഇതുവരെ നിങ്ങളിപ്പോൾ ജിമ്മിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്നു മുതൽ എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത്രയും നിങ്ങൾക്ക് ബോഡിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ സ്ട്രെങ്ത് ട്രെയിനിങ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ് ഈ വയറ് കുറക്കുക, അതാണ് കുറെ സെർച്ച് നമ്മൾ കാണുന്നത്. വയറ് കുറക്കുക, ഡബിൾ ചിന്ന് കുറക്കുക, അല്ലെങ്കിൽ ഈ ബോഡിത്തെ ഫാറ്റ്, ഇവിടുത്തെ ഫാറ്റ് എങ്ങനെ കുറക്കുക, അങ്ങനെ ഓരോ ഏരിയത്തെ ഫാറ്റ് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറക്കുക എന്ന ടൈപ്പ് കുറെ ആൾക്കാർ എക്സസൈസും ചെയ്യുന്നുണ്ട്. അതാണ് കോമഡി. കുറെ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാര് ചായ തിളപ്പിച്ച് കുടിച്ചിട്ട് ഫാറ്റ് കുറയും, അതൊക്കെ പക്കാ വിറ്റാണ്. അങ്ങനെ ഇഷ്ടം. അതേപോലെ അവര് എന്ത് ചെയ്യും, ക്രഞ്ചസ് ചെയ്തിട്ട് ആബ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അവർക്ക് വയറ് കുറക്കുക, അതേപോലെ സൈഡ് പ്ലാങ്ക്സ് ചെയ്തിട്ട് വയറ് കുറക്കുക, പ്ലാങ്ക് ചെയ്ത് വയറ് കുറക്കുക എന്നൊക്കെ, അതൊക്കെ കോർ സ്ട്രെങ്തൻ ആവുന്നുള്ളത് ശരിയാ. പക്ഷെ ഒരിക്കലും വയറ് കുറക്കില്ല. വയറ് കുറക്കാനുള്ള ഒറ്റ സംഭവം എന്താണ്, കലോറിക് ഡെഫിസിറ്റ്. കലോറിക് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി ഫാറ്റ് പോവുള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു ബോഡി പാർട്ടിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാറ്റ് കുറക്കാൻ പറ്റൂല. അപ്പൊ വേറെ എന്തൊക്കെ കോമൺ മിത്സുകളാണ് ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇതന്നെ ഈ ഒന്ന് ബെല്ലി ഫാറ്റ് ഭയങ്കര ഒരു ഇതാണ്. ഇവര് വിചാരിക്കുക സൈഡിൽ എക്സസൈസ് ചെയ്താൽ മാറും. ഡബിൾ ചിന്റെ പോലെ തന്നെ കുറെ യൂട്യൂബിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കുറെ എക്സസൈസ്, ജോ എക്സസൈസ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് എക്സസൈസ്, അതൊക്കെ. പക്ഷെ അതൊക്കെ കാര്യമില്ല. അതല്ല, ഇതിന്റെ ഒപ്പം എക്സസൈസ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് സ്ലീപ്പും വേണം. ഈവൻ ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ വഴി വരെ നമുക്ക് ഡബിൾ ചിൻ വരാം. കാരണം നമ്മൾ ചില ആൾക്കാർ മോസ്റ്റ്ലി വായ തുറന്ന കിടന്ന് ഉറങ്ങാം. ശരിക്കും നമ്മള് മൂക്ക് കൂടെയാണ് ബ്രീത്ത് എടുത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഷേപ്പ് ഒക്കെ മാറും, മൂക്കിന് ബെൻഡിങ് വരും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നം. കാർഡിയോവാസ്കുലർ എക്സസൈസ് ചെയ്യുമ്പോൾ കാലറീസ് ബേൺ ആവുന്നത് ശരിയാണ്. പക്ഷെ നേരെ മറിച്ച് വേറെ ആൾക്കാർ അറിയേണ്ട ഒരു സംഭവിച്ചു, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നല്ല കാലറീസ് ബേൺ ആവുന്നില്ല. എല്ലാവർക്കും തടി ഓർക്കും അല്ലെ, ഫാറ്റ് ബേണിംഗിൽ നമ്മളൊരു ബന്ധമില്ല ശരിക്കും. പക്ഷെ നമ്മളെ ബോഡി ഹീറ്റ് ആവുന്നതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബോഡിന്റെ ഒരു മെക്കാനിസം ആണ് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത്.
അത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ചില ആൾക്കാർ ഹൈപ്പർ ഹൈഡ്രോസിസ്, ചില ആൾക്ക് നല്ല ചെറിയ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, വേർക്കും. ചില ആൾക്കാർ എത്ര ആക്ടിവിറ്റി ചെയ്താലും വേർക്കൂല. അതൊക്കെ ഓരോ ബോഡി അനുസരിച്ചുള്ള മെക്കാനിസം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ശരിക്കും നമുക്ക് നമ്മൾ ബ്രീത്തിങ്ങിലൂടെ നമ്മൾ ഫാറ്റ് ബേൺ, കാലറീസ് ബേൺ ആവുന്നുണ്ട്. ശരിക്കും നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പർ റെസ്റ്റ് വേണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അതേപോലെ ഹൈ ഇന്റൻസിറ്റി കാർഡിയോ ചെയ്യാൻ പാടില്ല. ആര് കാർഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക ലോ ഇന്റൻസിറ്റി കാർഡിയോ എന്ന് വെച്ചാൽ ഇൻക്ലൈൻ ഒരു 15 ഇൻക്ലൈൻ ഇട്ടിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് ജസ്റ്റ് വാക്ക് ചെയ്യാം. 4 to 5 സ്പീഡ് 4 to 5 സ്പീഡിൽ ജസ്റ്റ് വാക്ക് ചെയ്താൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാറ്റ് ബേൺ ആവുന്നില്ല. അത് നമുക്ക് എന്തായാലും അതിന്റെ ഒരു മെക്കാനിസം എന്ന് വെച്ചാണെങ്കിൽ അത് നമുക്കൊരു കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൽ പറയാം. എങ്ങനെയാണ് ഇന്ന് അടുത്ത എപ്പിസോഡ് നമുക്ക് കാർഡിയോയെ കുറിച്ചായിരിക്കും പറയാം. അപ്പൊ ഈ കാർഡിയോയിൽ നമ്മൾ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മള് ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ലോ ആയിട്ട് നമ്മൾ ഇംഗ്ലണ്ടിൽ നടക്കണമെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് അതിന്റെ ഒരു ഫിസിയോളജിക്കൽ റീസൺ ആരും പറയുന്നില്ല. അപ്പൊ അതെന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ അതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ മെയിൻ ചർച്ച ഇതായിരുന്നു, വുമന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞ സ്ട്രെങ്ത് ട്രെയിനിങ്. വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ബോയ്സ് എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും, അതില് ഗേൾസ് എല്ലാവരും കാർഡിയോവാസ്കുലർ ചെയ്യും. ബോയ്സിൽ കാർഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ്. കാർഡിയോ ചെയ്യുന്ന വളരെ ഒന്നാമത്തെ കാര്യം കാർഡിയോ ചെയ്യാത്തത് അവർക്ക് വേറൊരു മിത്ത് മസിൽ ലോസ് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഇന്റൻസിറ്റി കാർഡിയോ ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഫാറ്റ് ബേണിങ് നടക്കും. രണ്ടാമത്തെ കാര്യം ഗേൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കാർഡിയോവാസ്കുലർ ചെയ്യുന്നുണ്ട് തടി കുറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ഹൈ ഇന്റൻസിറ്റി കാർഡിയോവാസ്കുലർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പേർക്ക് മസിൽ ലോസും കൂടി വരുന്നുണ്ട്. അപ്പൊ ആ മസിൽ ലോസും കൂടി ഉണ്ടാവും. എന്ത് ചെയ്യുന്നത്, കൂടുതൽ വീക്ക് ആവണം അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സ്ട്രെങ്തനിങ് വേണം. ലോ ഇന്റൻസിറ്റി കാർഡിയോ അലോങ് വിത്ത് സ്ട്രെങ്തനിങ്, യോഗ, സ്ട്രെച്ച് അതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ ബോഡിക്ക് പലതരം ടൈപ്പ് ഓഫ് എക്സസൈസുകൾ ഉണ്ട്. ഇപ്പൊ ടൈച്ചി അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാം, സ്ട്രെങ്ത് ട്രെയിനിങ് ഇതുവരെ ചെയ്യുന്നില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്ട്രെങ്ത് ട്രെയിനിങ് അത്രയും ഇമ്പോർട്ടന്റ്. അതൊരു നോർമൽ സംഭവമാണ്. ഒരു 52 ഏജ് അപ്പോഴേക്കും നമ്മളെ പീരീഡ്സ് നിൽക്കും ഗേൾസിലെ. അതിലെ ഒരു മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസിന്റെ മോസ്റ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ, അവരുടെ ഫിറ്റ്നസ്സും സംഭവങ്ങളായിട്ട് എല്ലാത്തിലും ബോയ്സിന്റെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയാം, ഗേൾസിന്റെ ഈസ്ട്രജൻ ഹോർമോൺ ആണ് മെയിനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായാലും മസിലിന്റെ സ്ട്രെങ്ത് ആയാലും ബോൺ മാസ് ആയാലും ബോൺ സ്ട്രെങ്ത് ആയാലും എല്ലാതും. അപ്പോൾ നമ്മുടെ ബോൺസ് ഒക്കെ അതിനനുസരിച്ച് വീക്ക് ആവാൻ തുടങ്ങും, മസിൽ മാസ് കുറയാൻ തുടങ്ങും, മസിൽ അട്രോഫി ഉണ്ടാവും. അതായത് മസിലിന്റെ ഇങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അത് പോയി പോകും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിറ്റ്നസ്സിലേക്ക് കുറച്ചുകൂടി വുമൻസിനെ പ്രൊമോട്ട് ചെയ്യണത്. ഫിറ്റ്നസ്സിലേക്ക് ഇപ്പോൾ അതായത് സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യണവർ എന്തായാലും ചെയ്യണം. ആദ്യം ഒന്നും ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്ത വുമൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് എക്സസൈസ് നമ്മൾ ചെയ്യപ്പോ ജിമ്മിൽ പോകാൻ അത് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം. ലൈക്ക് ഞാൻ എന്റെ വീട്ടിൽ തന്നെ എന്റെ ഉമ്മാർക്ക് സിസ്റ്റേഴ്സിനൊന്നും അങ്ങനെ ജിമ്മിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പറ്റും. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഞാൻ കണ്ടുള്ള ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ്, പല റീസൺസ് കാരണം കൊണ്ടും. ജിമ്മിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് തന്നെ ഞാൻ പറയാം. എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്ത വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കുറെ ടൈപ്പ് ഓഫ് എക്സസൈസുകൾ ഉണ്ട്. അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം ഞാൻ ഇപ്പൊ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ഡമ്പലൊന്നും ഇല്ല. ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ 2 ഡമ്പലുണ്ട്. ആ ഡമ്പൽ വെച്ചിട്ട് ഫുൾ ബോഡി വർക്ക്ഔട്ട് ചെയ്യാൻ എന്റെ അമ്മക്ക് സിസ്റ്റേഴ്സ് ഞാൻ നിർത്തി ചെയ്യിപ്പിക്കും അവരെ കൊണ്ട്. കാരണം അവർക്ക് ഫ്യൂച്ചറിൽ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് അവരെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യണം. അതൊക്കെ ഇൻ കേസ് നിങ്ങൾക്ക് ഡംബൽസ് ഒന്നും ഇല്ല കയ്യിൽ, അപ്പൊ സ്വന്തം ബോഡി വെയിറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ ബോഡി നമ്മളെ ബോഡി വെയിറ്റ് തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്ക്വാട്ടിങ്, ആ ഒരു വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ആണ്, ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് ഫോർ യുവർ ക്വാഡ്രിസെപ്സും ലോവർ ലിംബ് സ്ട്രെങ്തനിങ്ങിന് ഇമ്പോർട്ടൻ്റ്. സ്ക്വാട്ടിങ്, അതുപോലെ വാൾ പുഷപ്പ്, നിങ്ങൾക്ക് നേരെ പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പറ്റുന്നില്ല വാൾ പുഷപ്പ് അല്ലെങ്കിൽ പ്ലാങ്ക്, ക്രഞ്ചസ്, ഇങ്ങനത്തെ എക്സസൈസസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെങ്തനിങ് ആയിട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡംബൽസ് ഒന്നും ഇല്ലെങ്കിൽ. ഇൻ കേസ് നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ജിമ്മിൽ പോകുന്നതാണ്. ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ 2 ഡംബൽ എങ്ങാനും വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഫുൾ ഡേ വർക്ക്ഔട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഒരു 2 ഡംബൽ വെച്ചിട്ട് ഫുൾ ബോഡി എങ്ങനെ എക്സസൈസ് ചെയ്യുക, പ്രോപ്പർ ഫോമിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ്. അപ്പൊ അങ്ങനെ ഇനി പറയും. പിന്നെ ഈ മോസ്റ്റ് ഓഫ് ദ ഡെലിവറി കഴിഞ്ഞിട്ട് കുറെ വുമൻസിന് ഇപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ തന്നെ ഭയങ്കര പെയിൻ ആയിരുന്നു അവർക്ക്. അതും ഈ മസിൽ റിലേറ്റഡ് ആയിട്ട് കുറെ റിലേഷൻ ഇല്ലേ? ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സംഭവം ഈ പ്രഗ്നൻസിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
ഫിസിയോതെറാപ്പി പ്രഗ്നന്റ് ആയ ടൈം മുതൽ ഡെലിവറി കഴിഞ്ഞ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി മുതൽ കഴിഞ്ഞിട്ടുള്ള ടൈം വരെ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലൈക്ക് നമ്മൾ കുറെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവില്ല എക്സസൈസുകളൊക്കെ. ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും ഫസ്റ്റ് 3 months നിങ്ങൾക്ക് ട്രൈമിസ്റ്റർ ഉണ്ടാവും. അപ്പൊ അതിൽ ആ ഫസ്റ്റ് ട്രൈമിസ്റ്റർ എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നേരെ മറിച്ച് സെക്കൻഡ് ട്രൈമിസ്റ്റർ ഒക്കെ ആയ ടൈമിൽ നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് എക്സസൈസുകളുണ്ട്, കീഗിൾസ് എക്സസൈസ് ഒക്കെ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേപോലെ ലോവർ ലിംബ് സ്ട്രെങ്തനിങ്, നമുക്കറിയാം പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മള് കുറെ ആൾക്കാരുണ്ടല്ലോ മണിക്കൂറോളം ലൈക്ക് കുട്ടി വരാണ്ട് വെയിറ്റ് ചെയ്യുക, കാരണം അവർക്ക് എന്ത് സ്ട്രെങ്ത് പുഷ് ചെയ്യാൻ സ്ട്രെങ്ത് കിട്ടുന്നില്ല. അബ്ഡോമിനൽ മസിൽസിന്റെ സ്ട്രെങ്ത് വേണം. ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ട്രെങ്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. പെയിൻ എന്തായാലും അത് ഇന്നെവിറ്റബിൾ ആണ് പെയിന്റെ കാര്യം. ബട്ട് സ്റ്റിൽ അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് എക്സസൈസ് ചെയ്യുമ്പോൾ. നമുക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എക്സസൈസ് ചെയ്യാത്തൊരു പ്രഗ്നന്റ് ലേഡിനെ കമ്പയർ ചെയ്തിട്ട് എക്സസൈസ് ചെയ്തൊരു പ്രഗ്നന്റ് ലേഡിനെ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് പെയിനും ആ കുട്ടി ഹെൽത്തി ആയിട്ട് കുട്ടി പുറത്തോട്ട് വരാനുള്ളത്. അപ്പൊ അത് ഇൻ വുമൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പൊ എന്തായാലും നിങ്ങൾ ഫിസിയോ കൺസൾട്ട് ചെയ്യണം അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. എങ്ങനെയാണ് എത്ര പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയില്ല. ഇല്ല, ആർക്കും അങ്ങനെ അതിനെ പറ്റി അറിയില്ല. ഈ എന്താണ് ഈ എക്സസൈസ് ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ പോസ്റ്റ്നേറ്റൽ ആയിട്ട് എക്സസൈസ് ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പെയിനും ഭയങ്കര ബുദ്ധിമുട്ട്, ബാക്ക് പെയിനും ഒക്കെ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ഉണ്ട് ആൾക്കാർ. മോസ്റ്റ് ഓഫ് ദ വുമൻസും പറയുന്നുണ്ട്. കാരണം അവർ ഈ എക്സസൈസ് ചെയ്യണതിന്റെ കുഴപ്പം തന്നെയാണത്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരാള് ഒരിക്കലും നമ്മൾ വിചാരിക്കും നമ്മളൊരു ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ജിമ്മിൽ പോകുന്ന ഒരാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് മെന്റൽ ഹെൽത്ത് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഷാർപ്പ് ആവുന്നത്. ഏറ്റവും നമ്മൾ അത്രയും ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഞാൻ കണ്ടില്ല ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അത്രയും പ്രോപ്പർ ആയിട്ട് ഇത് എക്സസൈസ് ചെയ്ത് അവരുടെ ലൈഫ് അത്രയും നമ്മൾ പുഷ് ചെയ്യണം. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളൊരു ഫാമിലി അവിടെ ജിമ്മിൽ ഉണ്ടാവും. അപ്പൊ അവർ വെച്ചിട്ട് നമ്മൾ അത്രയും പുഷ് ചെയ്ത് ഹാപ്പി ഇരിക്കുന്ന ഒരാളെ നമ്മൾ ജിമ്മിൽ കാണുന്നുള്ളൂ. അപ്പൊ അത് മെന്റലി നമുക്ക് അത്രയും സ്ട്രെസ്സും ഡിപ്രഷനും ആൻസൈറ്റി ഇതൊക്കെ റിലീവ് ചെയ്യാൻ ഞാൻ പറയാം ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ട്രീറ്റ്മെന്റ് പറയുന്ന എക്സസൈസ് ആണ്. ഒരിക്കലും നിങ്ങൾ ഡ്രഗ്സോ അല്ലെങ്കിൽ ഒരു ആന്റി സൈക്കോട്ടിക്സോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻസോ ഒന്നും കഴിക്കണ്ട. ഞാൻ പറയാം നിങ്ങൾ ജിമ്മിൽ പോവുക, ഒരു ജിമ്മിൽ പോയി നല്ലൊരു ആൾക്കാരായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിങ്കിൾ ചെയ്യുക, അവരെ വെച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നിങ്ങൾ പുഷ് ചെയ്യുക, നിങ്ങൾ മൈൻഡ് ഷാർപ്പ് ആവും, അത്രയും ഡിസിപ്ലിൻഡ് ആവും. അതാണ് മെയിൻ സംഭവം. കുറെ നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമുക്ക് പോലെ. ഇപ്പോ നിപ്പുൺ ഫിറ്റ്നസ് ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ. ഞാൻ കുറെ കാലമായിട്ട് മുപ്പരെ ഫോളോ ചെയ്യുന്ന നിപ്പുൺ ഫിറ്റ്നസ്. നാച്ചുറൽ ലിഫ്റ്റേഴ്സ് ആണ് അവരൊക്കെ. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ നാച്ചുറൽ ലിഫ്റ്റേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. നാച്ചുറൽ ലിഫ്റ്റേഴ്സ് ആയിട്ടുള്ള നിപ്പുൺ, അതുപോലെ ഗോകുലുണ്ട്, ഇജാസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഷോർട്ട് ഔട്ട് ഓൾ ദോസ് ഗൈസ്. അവർ അത്രയും എന്താ പറയാ നാച്ചുറൽ ആയിട്ട് ബിൽഡ് ചെയ്ത ഫുഡ് ഐറ്റംസ് ആണ് മൂപ്പര് നാച്ചുറലി ഉണ്ടാക്കുന്ന സംഭവം. അതുകൊണ്ട് എല്ലാം മോസ്റ്റ് ഓഫ് ദ നല്ല നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് അങ്ങനെ തന്നെയാണ്. നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ്. പക്ഷെ എന്നാലും അവർ ലൈക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് അങ്ങനെയൊക്കെ യൂസ്. പക്ഷെ അലി റോക്സ് മൂപ്പര് ഞാൻ കണ്ടു മൂപ്പര് വീഡിയോ കണ്ടപ്പോ അങ്ങനെ. ഇപ്പൊ മൂപ്പര് അത്യാവശ്യം നല്ല നിലയിലെത്തിയിട്ടുണ്ട് മാഷാഅല്ലാഹ്. അപ്പൊ മൂപ്പരൊക്കെ അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ട് ഞാൻ മൂപ്പര് അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരും പിന്നെ അത് കൂടാതെ നമുക്കറിയാത്ത ആൾക്കാരുണ്ട്. ഓരൊക്കെയാണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇപ്പൊ സിബമിനെ ആയാലും അങ്ങനത്തെ ആൾക്കാരെ റോൾ മോഡൽ ആയി വെക്കണോണ്ട് പ്രശ്നമില്ല. പക്ഷെ ഓരൊക്കെ എന്താ പറയുക സപ്ലിമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ റോൾ മോഡൽ ആയിട്ട് വെക്കണോണ്ട് ഏറ്റവും നല്ല തന്നെ. നമുക്കൊരു ഐഡിയൽ മോഡൽ ഇപ്പൊ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഫിസിക്കിലേക്ക് എത്തുന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ. നമ്മളിപ്പോ സിബമ്മ ഒരു സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ട് ഒരാളെ ലൈക്ക് അവര് അത്രയും നല്ല ബൾക്കായിരിക്കും, നമ്മൾ അയാളെ പോലേക്ക് എത്തിക്കണം, അയാളെ പോലെ ആവണം, അങ്ങനെയൊക്കെ ഒന്നൊരു ചിന്ത. പക്ഷെ ഇപ്പൊ ഈ നാച്ചുറൽ ലിഫ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ടും പ്രോപ്പറായിട്ട് ലൈക്ക് എല്ലാ ഒരു എന്താ പറയാ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഡിസിപ്ലിനോട് ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ അവിടെ എത്തും. ഒരിക്കലും തിരക്കുടിച്ചുള്ള പരിപാടിയല്ല. നമ്മൾ അത്രയും ഡിസിപ്ലിൻ പതുക്കെ ആയിരിക്കും, സ്ലോ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുവരെ നിങ്ങൾ കാത്തു നിൽക്കുക. ഒരിക്കലും തിരക്കുടിച്ച് നിങ്ങൾ ഒരിക്കലും ഇപ്പൊ വൺ സൈക്കിൾ വോണ്ട് ഹേർട്ട് അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെല്ലാം കണ്ടിട്ടുള്ളത്. ഒരു സൈക്കിൾ അടിച്ചപ്പോ ഒരു ഇമ്പോർട്ടൻറ്റ് സിബമിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാ. ഒറ്റ സൈക്കിൾ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ അവിടെ നിന്നു, അവിടെ സ്റ്റോപ്പ് ആയി. പിന്നെ എനിക്ക് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ഇല്ല. പിന്നെ നമ്മൾ ഈ സ്റ്റെറോയിഡ്സും അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ആഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് വിഷയത്തിലേക്ക് തെന്നി മാറുന്നത് നമ്മൾ വുമണിനെ കുറിച്ചാണ്. അപ്പോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയുകയാണെങ്കിൽ ഗേൾസിലും അല്ല വുമൺസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് കാലിന്റെ ഉടനെ വേന തുടങ്ങും. എപ്പോഴും മുട്ടുവേനയാണ്. എല്ലാവിധ ആൾക്കാരും പറയാം എനിക്ക് മുട്ടുവേനയാണ്. കാരണം ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ബോഡി വെയിറ്റ് ബെയർ ചെയ്യുന്നത് നമ്മുടെ ലോവർ ലെഗ് ആണ്. കാരണം ഇത്രയും വെയിറ്റ് നമ്മളെ ഹെഡും ആമും ട്രങ്കും എല്ലാത്തിൻ്റെയും.
സോ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം മുട്ടുവേദന അങ്ങനത്തെ വേദനയാണ് കൂടുതൽ. പിന്നെ പ്ലാന്റർ ഫേഷ്യാറ്റിസ് ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. അതൊരു കാര്യം അത് ഒബേസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഈ മോസ്റ്റ് ഓഫ് ദ കുറെ ആൾക്കാരിൽ ഈ ഒബേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് ഈ സംഭവം അല്ലെ. അതെ അതെ, ഒബേസ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഒരു ഫിസിയോക്ക് ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ട് പേഷ്യന്റ് വരാൻ ആദ്യം നമ്മൾ തടി ഉറക്കാനാ പറയാം. അത്രയും നമുക്ക് വെയിറ്റ് ബെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ കാലിലോട്ടുള്ള വെയിറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഈ തമ്മിൽ തേയ്മാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡീജനറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെയിറ്റ് കുറക്കാൻ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക അവരോട് പ്രോപ്പർ ലൈഫ് സ്റ്റൈലും വെയിറ്റ് കുറക്കാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുക, നിങ്ങളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. അപ്പൊ അത് ഭയങ്കര എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയും ഒക്കെ നിങ്ങൾ ലൈക്ക് പട്ടിണി നടക്കണം, കാലറി ഡെഫിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. എൻജോയ് ചെയ്ത് എന്ത് ചെയ്യുക, കാലറിക് ഡെഫിസിറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഡെയിലി കഴിക്കുന്നതിന്റെ ഒരു 300-400 കാലറീസ് കുറച്ചാൽ മതി. അത് ഇങ്ങനെ ചെയ്യാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പൊ ചിക്കനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ചിക്കനൊക്കെ ഹൈ, അതേപോലെ എഗ്ഗ്, അങ്ങനത്തെ ടൈപ്പ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അധികം ഒറ്റയടിക്ക് തിരക്ക് കുടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 500-600 കാലറീസ് ഡെഫിസിറ്റിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതൊക്കെ പോയാൽ മതി. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ മതി. കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ചെയ്യും. മെയിൻ പ്രശ്നം അതാ, കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ ആൾക്കാർക്ക് പ്രശ്നം വരുന്നത്. അപ്പോ അതാ പറഞ്ഞ കൺസിസ്റ്റന്റ് ഇല്ലാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്താ, ഒന്നുകിൽ നല്ല ഇന്റൻസിറ്റി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അവര് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്രണ്ട് ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല ഇപ്പൊ തീരെ. ഒറ്റപ്പെട്ടാൽ മോസ്റ്റ് ആൾക്കാർ നിർത്തും. അപ്പൊ വീട്ടിൽ ചെയ്താലും കുറച്ച് മടി പിടിക്കും, കോമൺ ആണ്. അതിന് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആണ് ജിം അല്ലെങ്കിൽ ഗ്രൂപ്പ് എക്സസൈസ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം വേറെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വിളിക്കുന്നത് നമ്മളെ എടാ വാടാ വർക്ക്ഔട്ട് ചെയ്യാവാ, അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പോവുകയും ചെയ്യും. അവിടെ നല്ലൊരു ഹെൽത്തി ബോണ്ടിങ്സ് ഉണ്ടാവും. അതെ അതെ, അപ്പോൾ നമ്മള് അതൊരു റീസൺ ആണ് നമുക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ. വേറെ റീസൺ പറഞ്ഞാൽ നമ്മൾ നല്ല ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമില്ലാത്ത കുറെ ഫുഡ് കഴിക്കില്ല. ഇല്ല, കാലറി ഡെഫിസിറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ നല്ല വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കേക്ക് കഴിക്കാന്നുണ്ടെങ്കിൽ കേക്ക് കഴിച്ചോളി, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ആഴ്ച നിങ്ങള് മമ്മൂട്ടി പണ്ട് പറഞ്ഞ പോലെ ഇഷ്ടമുള്ളത് ഒരു രഹസ്യം പറഞ്ഞേരെ ഇവരാരും കേൾക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്ന പക്ഷെ ഇഷ്ടമുള്ള അത്ര കഴിക്കാതിരിക്കുക. അതാണ് മൂപ്പര് പറഞ്ഞ ഭയങ്കര വലിയ കാര്യം. അപ്പൊ ആ സംഭവം വെച്ചാൽ കഴിക്കാം. ഒരിക്കലും നമ്മള് കാലറി ഡെഫിസിറ്റ് ആയതുകൊണ്ട് ഒരിക്കലും ബിരിയാണി കുറെ ആൾക്കാര് സ്കിപ്പ് ചെയ്യണ്ടോ ഇത് പറഞ്ഞിട്ട്. പക്ഷെ ബിരിയാണി മന്തിയൊക്കെ ഭയങ്കര കോമൺ ആണ് കഴിക്കാം. പക്ഷെ നമ്മള് കൺട്രോൾ ചെയ്യാം, എപ്പോഴും കഴിക്കാണ്ടെന്നാ ഞാൻ ഉപരി. നമ്മള് മന്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമ്മള് വിചാരിക്കും ഒരു ജീവിതമല്ലേ കഴിക്കാൻ. അപ്പൊ അതാ പറഞ്ഞെ, എന്നും കഴിക്കാണ്ട് നിൽക്കണ്ട. നിങ്ങള് വീക്കിലി ഒരു ദിവസമോ അല്ലെങ്കിൽ മന്ത്ലി ഒരു ട്വൈസോ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മള് കോളേജ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് സ്ഥിരം എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായാൽ കളിച്ച് കഴിഞ്ഞാൽ നമ്മള് മെയിൻ ആയിട്ട് ഫുട്ബോൾ വെച്ച് കഴിഞ്ഞാൽ നേരെ ടർഫിൽ കളി കഴിഞ്ഞാൽ നേരെ പോവാ കൊടുക്കാൻ മന്തിക്കാൻ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കഴിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങളെ മാക്രോസ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. നല്ലൊരു ഹെൽത്തി ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്.